സമീപമുള്ള ഒരു ചെറു ഗ്രാമം. പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ നെൽവയലുകളുടെ നടുവിൽ പമ്പ നദിക്കരയിൽ ഒരു പെൺകുട്ടി മീര. അവളുടെ വീടിന് മുന്നിലൂടെ ഒഴുകുന്ന ആ നദി തലമുറകളായി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അവളുടെ അപ്പൂപ്പൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ നദി എല്ലാം ഓർക്കും, സന്തോഷവും ദുഃഖവും സത്യവും. മീര ഒരു ബുദ്ധിമതിയായ +2 വിദ്യാർത്ഥിയായിരുന്നു. ഗ്രാമത്തിൻ്റെ അതിരുകൾക്കപ്പുറം ലോകത്തെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുള്ളവൾ. എന്നാൽ അവളുടെ കുടുംബം കൃഷിയായിരുന്നു ആശ്രയം. അവളുടെ അച്ഛന് അവളെ നാട്ടിൽ തന്നെ നിന്ന് സഹായിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ടും ഓരോ പ്രഭാതവും അവൾ തൻ്റെ ചെറുവഞ്ചിയെടുത്ത് നദിയിലൂടെ കടന്നു പോകും. പുസ്തകങ്ങൾ പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടിയിട്ട്. ഹൃദയം സ്വപ്നങ്ങളാൽ നിറഞ്ഞു. ഒരു മൺസൂൺ കാലത്ത് ശക്തമായ മഴ പെയ്തു തുടങ്ങി. ഒരിക്കൽ കരകളെ മൃദുവായി തൊട്ടിരുന്ന നദി ഉഗ്രമായി തീർന്നു. വീടുകൾ മുങ്ങി, വഞ്ചികൾ മറിഞ്ഞു, വയലുകൾ വെള്ളത്തിനടിയിൽ. മീരയുടെ കുടുംബമെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ മീര കൈവിട്ടില്ല. അടുത്ത പട്ടണങ്ങളിൽ നിന്ന് സഹായത്തോടൊപ്പം വന്നവർക്കൊപ്പം ഗ്രാമവാസികൾക്ക് അഭയമൊരുക്കി. ഭക്ഷണം വിതരണം ചെയ്തു. മലയാളം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. ഒരു പത്രപ്രവർത്തകൻ അവളെ ശ്രദ്ധിച്ചു. അവളെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. മഴയോട് പോരാടിയ പെൺകുട്ടി. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കകം മീരയ്ക്ക് ഒരു സ്കോളർഷിപ്പ് ലേഖനം കിട്ടി. അവൾ കൊച്ചിയിൽ ഒരു കോളേജിൽ എൻവയോൺമെൻറ്റ് സയൻസ് പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പോകും മുമ്പ് അവൾ വീണ്ടും പമ്പ നദിക്കരയിൽ നിന്നു. അവളെ പരീക്ഷിച്ച ആ നദി ഇപ്പോൾ ശാന്തമായിരിക്കുന്നു. അവളുടെ ധൈര്യം ഓർക്കുന്ന പോലെ അവൾ ചെറുതായി ചിരിച്ചു പറഞ്ഞു, വീഴ്ചയ്ക്ക് ശേഷം എങ്ങനെ ഉയരണമെന്ന് എന്നെ പഠിപ്പിച്ചതിന് നന്ദി. നദിയും അതിൻ്റെ തിരമാലകളിലൂടെ മറുപടി പറഞ്ഞു, എനിക്കെല്ലാം ഓർമ്മയുണ്ട്.